പ്രോപ്പറായിട്ട് പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ശരി. വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഇപ്പോൾ ഇവിടുത്തെ ഇടപ്പള്ളി ടോളിൻ്റെ തന്നെ കാര്യം 2 മാസം മുമ്പത്തെ പെയ്ത മഴയിൽ ഇവിടെ ആകെ മുങ്ങി. ഇവിടെ വെള്ളക്കെട്ട് അങ്ങനെ അധികം വരാറില്ല, പക്ഷെ മാലിന്യങ്ങൾ കുറേ തള്ളാറുണ്ട് ഇവിടെ. ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇവിടെ എപ്പോഴും മഴ പെയ്തു കഴിഞ്ഞാൽ റോഡിൽ കംപ്ലീറ്റ് വെള്ളമാണ്. അതിൻ്റെ അധികാരികൾ അതിൻ്റേതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് എൻ്റെ അഭിപ്രായം. മഴക്കാലപൂർവ്വ ശുചീകരണം അത് നാം ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തലസ്ഥാന നഗരിയിൽ ഒരു മനുഷ്യജീവൻ മാലിന്യക്കുഴിയിൽ കുടുങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും സംസ്ഥാനത്തെ സംവിധാനങ്ങൾ ഇരുട്ടിൽ തപ്പുകയാണ്. ഇതിനിടെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് കൈകഴുകാൻ ശ്രമിക്കുകയാണ് സർക്കാരും നഗരസഭയും റെയിൽവേയും. തൊഴിലാളികൾക്ക് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെ ഇപ്പോഴും പ്രാകൃത രീതിയിലാണ് ഇത്തരം ശുചീകരണ തൊഴിൽ ചെയ്യാൻ നിർബന്ധിക്കുന്നതെന്ന വസ്തുതയെ ഗൗരവമായി തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. ഇതിനപ്പുറം മാലിന്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരിടമാണ് കൊച്ചി. മഴക്കാലം തുടങ്ങിയിരിക്കുന്നു. ഒരു മഴ പെയ്യുമ്പോൾ കൊച്ചി മുങ്ങുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. കൊച്ചിയിലെ അടക്കം മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ കൃത്യമായി നടക്കുന്നതായി തോന്നുന്നുണ്ടോ? ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അയക്കുന്നവർക്ക് കൃത്യമായി സുരക്ഷാ സംവിധാനങ്ങൾ നൽകി എവിടെയെങ്കിലും ഒരു സൗകര്യം ഒരുക്കുന്നുണ്ടോ? നമുക്ക് ജനങ്ങളോട് തന്നെ അവരുടെ അഭിപ്രായം തേടാം. ണ്ടല്ലോ ഒരു ഓട വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സമയം വരെ ആ ചേട്ടനെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ നമ്മൾ കൊച്ചിയിലത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ട് ഒരു മഴ പെയ്താൽ ഇവിടെ മൊത്തം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ പറ്റി ചേച്ചിയുടെ അഭിപ്രായം എന്താ? അതിൻ്റെ അധികാരികൾ അതിൻ്റേതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് എൻ്റെ അഭിപ്രായം. നമ്മുടെ ഈ കേരളം സത്യത്തിൽ ദൈവത്തിൻ്റെ നാട് എന്നൊക്കെ പറയുമെങ്കിലും കേരളത്തിൽ ഈ മാലിന്യങ്ങളുടെ നിക്ഷേപങ്ങൾ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള അതിൻ്റെ നടപടിക്രമങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പടരുമല്ലേ ഇപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് അസുഖങ്ങൾ എല്ലാവർക്കും പകരുന്നുണ്ട്, കൂടുതലും അസുഖങ്ങൾ പകരുന്നുണ്ട്. പിന്നെ അതൊന്ന് നിയന്ത്രിക്കണം. ഈ മാലിന്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണം. ഞാൻ ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. പ്രോപ്പറായിട്ട് പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഇവിടെ ഒരു മെട്രോ പില്ലർ പണിത് കാര്യങ്ങൾ റെഡിയായി വരണമെങ്കിൽ കാലഘട്ടങ്ങൾ എടുക്കുക. അവിടെ ഒരു മെട്രോ സ്റ്റേഷൻ മുതൽ പില്ലർ വരെ ഉണ്ടാകണമെങ്കിൽ 1 മാസം 2 മാസത്തിനുള്ളിൽ കാര്യങ്ങൾ നടക്കും. പ്രോപ്പർ പ്ലാനിങ്ങും ഇല്ല, ഫണ്ട് അലോക്കേഷൻ ശരിയായിട്ട് നടക്കുന്നുമില്ല. യൂസേജ് മിസ്യൂസായിട്ടാണ് പോകുന്നത്. എൻ്റെ നാട്ടിൽ തന്നെ കുറേ കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ഒരു റോഡ് പണിയണമെങ്കിൽ അവർ 1 കൊല്ലം 2 കൊല്ലമൊക്കെ എടുത്തിട്ട് അതിന് ആ സമയത്തുള്ള ആൾക്കാർ കഷ്ടപ്പെട്ടാണ് ആ സമയത്ത് പോകുന്നത്. ഇപ്പം നമ്മളിതിനെക്കുറിച്ച് എന്ത് പറയാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം സർക്കാരിൻ്റെ അനാസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഇപ്പോൾ ഇവിടുത്തെ ഇടപ്പള്ളി ടോളിൻ്റെ തന്നെ കാര്യം 2 മാസം മുമ്പത്തെ പെയ്ത മഴയിൽ ഇവിടെ ആകെ മുങ്ങി. അതും സർക്കാരിൻ്റെ അനാസ്ഥയിൽ പെടുന്നതല്ല. അപ്പോൾ അതുപോലൊരു അനാസ്ഥയിൽ സംഭവിച്ച കാരണം ഇത്രയധികം മാലിന്യം ഭാരം കൂടി കിടക്കുന്നത് കൊണ്ടാണല്ലോ അത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങേണ്ടി വന്നത്. അത് യഥാസമയത്ത് കൃത്യമായിട്ട് ചെയ്തു തരുന്നെങ്കിൽ അത്രയധികം മാലിന്യങ്ങൾ അഴിഞ്ഞ് കൂടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, സർക്കാരിൻ്റെ അനാസ്ഥയുടെ ഭാഗമായിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വെള്ളക്കെട്ട് അങ്ങനെ അധികം വരാറില്ല, പക്ഷെ മാലിന്യങ്ങൾ കുറേ തള്ളാറുണ്ട് ഇവിടെ. ആൾക്കാർ വണ്ടിക്ക് കൊണ്ടുവന്നിട്ട് ഓരോ വഴിയിലങ്ങൾ വെച്ചുകൊണ്ടും പോണത് ഇവിടെ നടക്കുന്ന സംഭവമാണത്. ബുദ്ധിമുട്ടുകളും ചില ടൈമിന് ഭയങ്കര സ്മെല്ലായിരിക്കുള്ളൂ. അത് ജനങ്ങളോട് എന്തോരം പറഞ്ഞാലും അവർക്ക് ബോധമില്ലാത്ത പോലെയാണ് ജനങ്ങൾ ചെയ്യണത്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻ്റെ വണ്ടി വന്നാലും അത് എടുത്തുകൊണ്ടും പോകില്ല. ആ സംഗതി മാസങ്ങളോളമായിരിക്കണം മരത്തിൻ്റെ വീട്ടിലിരിക്കണം ചാക്ക്. മാലിന്യം കൊണ്ടുവന്ന് വെച്ചുകൊണ്ടും പോകണം. ഓരോരുത്തർ കാറിന് കൊണ്ടുവന്ന് അവിടെ നിർത്തി അവിടെ ഇറക്കി വെച്ചുകൊണ്ട് അവർ മാന്യന്മാർ. അതാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഒന്നാമത് ഞങ്ങൾ വെളിയിൽ ആണ്. ഞങ്ങളിവിടെ ഇന്നിപ്പം വന്നതേ ഉള്ളൂ. ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇവിടെ എപ്പോഴും മഴ പെയ്തു കഴിഞ്ഞാൽ റോഡിൽ കംപ്ലീറ്റ് വെള്ളമാണ്. അപ്പം അത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോലെ ഞങ്ങളെപ്പോലെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും ഈ റോഡിലൂടെയുള്ള സഞ്ചാരം വളരെ ദുഷ്കരമാണ്. അപ്പം ഇതിനെതിരെ ഇവിടെയുള്ള ഭരണാധികാരികൾ തന്നെ വേണം ഇതിന് മുൻകൈ എടുക്കാൻ. മഴ വരുന്നതിന് മുമ്പ് ഓട വൃത്തിയാക്കലും അതൊക്കെ ചെയ്യേണ്ടതൊരു അത്യാവശ്യമാണ്. ഇതൊക്കെ തന്നെയാണ്.